ആർക്കും അറിയില്ല. നമ്മൾ കൃഷി എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മാത്രമേ നമുക്ക് റീഡിങ്ങിലുള്ളൂ. പക്ഷേ നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തണമെങ്കിൽ കൃഷി കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ടും സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരുപാട് റേഞ്ച് ഉണ്ട്. നമുക്കും ആ റേഞ്ച് മനസ്സിലാവില്ല. അത് നമ്മുടെ സാധാരണ അവരെ പ്രയാസം കൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്. നമുക്ക് പ്രയാസരഹിതമായ അവർക്ക് ഇതിലേക്ക് നടക്കാൻ കഴിയുന്നെങ്കിൽ എല്ലാ കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള കൃഷിക്കാരെ കൂടെ നമ്മൾ നോട്ടിഫൈ ചെയ്ത പ്രശ്നം ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് സമയബന്ധിതമായിട്ട് ഗുണഭോക്തൃ ലിസ്റ്റ് കിട്ടിയാൽ ഒന്നും കൂടി കാലാവസ്ഥക്കനുസരിച്ച് സീസൺ അനുസരിച്ചിട്ടും ഇവിടെ കിട്ടുന്ന വളങ്ങളായാലും വിത്തുകളായാലും മറ്റു പ്രൊജക്റ്റുകളായാലും ഒക്കെ നമുക്ക് സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 26-27 വർഷത്തെ ഈ പൊന്നാനം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട മാർഗരേഖ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതിന് ഫെബ്രുവരി 20-നകം പദ്ധതി രൂപീകരണം പൂർത്തിയാക്കണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ആവശ്യം കാണാൻ സാധിക്കും. ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് അഗ്രികൾച്ചർ പ്രൊജക്റ്റുകളുടെ ഉപഭോക്താക്കളെ കണ്ടെത്താനുള്ള പരിശ്രമം അപ്പോഴത്തേക്ക് കണ്ടെത്തല്ല. അന്ന് കൃഷി ഓഫീസർക്ക് ലിസ്റ്റ് കൈമാറാൻ പറ്റുന്ന രീതിയിൽ ഗ്രാമസഭകളിൽ നിന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. നമ്മുടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. കാരണം അത് പ്രവർത്തിച്ചേ പറ്റൂ. കാരണം ഈ മേഖലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മൾ അത് പ്രകാരം പോകണം. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വളരെ കൃത്യമായിട്ടാണ് പ്ലാനിങ്ങുകളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വർഷമാണ്. ഇപ്പോൾ ഒരു ലോക്സഭ കഴിഞ്ഞ പഞ്ചായത്ത് വന്നു. ഇനിയിപ്പോൾ മാർച്ചോടുകൂടി ഏകദേശം നിയമസഭൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ വർഷം മൊത്തത്തിൽ നമ്മുടെ പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും പദ്ധതി പൂർത്തീകരണവും അതുപോലെ തന്നെ പുതിയ പദ്ധതി ഉണ്ടാക്കലും ഒക്കെ വളരെ ഗൗരവമായിട്ട് മിനിമം ടൈമിൽ നടത്തണം എന്നുള്ള ഒരു ഡിസ്കഷൻ എന്നുള്ളത്. എന്നാലും പ്ലാനിങ് തെറ്റരുത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. എത്ര സ്ട്രെസ് ഇട്ടാലും പ്ലാനിങ് തെറ്റരുത്. പ്ലാനിങ് സമയബന്ധിതമായി തീർക്കണം. ഫെബ്രുവരി 20-നകം നമ്മുടെ പദ്ധതികളൊക്കെ അംഗീകാരം മേടിക്കണം എന്നുള്ള ലൈൻ തന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതികളിൽ എന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ജനുവരി 20-നകം പിന്നെ നമുക്കൊരു 25-നകം റിവൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്തെങ്കിലും അത്തരം നമുക്ക് നടപ്പിലാകാൻ സാധിക്കില്ല എന്നുള്ള ഫണ്ടാണെങ്കിൽ അത് ഫണ്ട് ലാപ്സാക്കിയിട്ട് കാര്യമില്ല. അത് നമുക്ക് നിന്നിട്ട് വേറെ ഭാഗത്തേക്ക് കൃഷി നിൽക്കുന്നത് കൃഷിക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് മറ്റ് കൃഷി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ഇവിടുന്ന് 2-3 പ്രൊജക്റ്റുകൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികളും പൂർത്തീകരിക്കും. എന്തായാലും നമുക്ക് കൃഷി കൈവഴിയാൻ പറ്റും. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതിനെ നേരിട്ടേ പറ്റുള്ളൂ. അതിനുള്ള ലൈസൻസ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ADC മെമ്പേഴ്സ് തന്നെയാണ്. കാരണം നമുക്ക് അത് അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ കൂട്ടായ്മകളും നടക്കണം. ഇപ്പോൾ ആളുകൾ അതിപ്പോൾ PM കിസാനിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ആളുകൾ കയറി വരുമ്പോൾ അവരുടെ സംശയ ദൃഷ്ടിയിലാണ് വരിക. പക്ഷെ അതിനെ ലഘൂകരിക്കാനുള്ള പണി നമ്മളൊരു മിഡിൽ മാനേജ്മെൻ്റ് ആയിട്ട് ഒരു മധ്യസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അവർ ഫെസിലിറ്റേറ്റ് ചെയ്യണം. നമ്മുടെ കൃഷി ഓഫീസേഴ്സിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. കാരണം അത്രയും അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മുടെ ഈ ഓഫീസർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ അല്ലെങ്കിൽ വേറെയുള്ള ഹൈ ഗ്രേഡ് ആൾക്കാരൊന്നുമല്ല. നമ്മൾ സാധാരണ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനുള്ള ഒരു ഭാഷി അതിനുള്ള ഒരു കാര്യമൊക്കെയാണ് അവിടുന്ന് ഇങ്ങോട്ടും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അവരും അടിത്തറക്കാരാണെന്ന് നമുക്ക് അങ്ങോട്ടും അവരറിഞ്ഞുകൊണ്ട് പെരുമാറാനേ കഴിയുള്ളൂ. പക്ഷെ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നുള്ള ഇപ്പോൾ കുറച്ചു കാലം കൃഷി ഓഫീസർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ വന്നതിന് ശേഷം നമ്മുടെ ആളുകൾക്ക് അതിലുള്ള ആശങ്കയും മാറി. ഇനിയിപ്പോൾ വീണ്ടും ഒരു പോക്ക് അതൊക്കെ നമ്മളെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത് നിങ്ങൾ കൂടെ സഹായിക്കണം ആ കാര്യത്തിൽ. കാരണം ആളുകൾ വരുമ്പോൾ കൃഷി ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പകുതി അവരുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ അത് നമുക്ക് വൈകാതെ തന്നെ അതിനൊരു പരിഹാരം കാണാം. ഏതായാലും നിങ്ങളൊക്കെ ഈ ക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം ഞങ്ങളെപ്പോലത്തെ ഭരണസമിതി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ്. ഇടപെടലുകൾ ഉണ്ടാകണം. ഭരണസമിതി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ അപ്പുറത്തേക്കും സാധാരണ മാമൂൽ പ്രവർത്തനങ്ങളല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ സ്ക്വയറിന് പുറത്തു പോയി ചെയ്യേണ്ടതുണ്ടാവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കതിന് അതിനെ ക്രമവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവരും നിയമത്തിൽ കൂടി തന്നെ പോകാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമുക്കത് ക്രമവൽക്കരിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും.
അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഭരണസമിതിക്ക് ആഗ്രഹമുണ്ട്, ധൈര്യമുണ്ട്. ആ കാര്യത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പറയാനുള്ളത് എല്ലാവരും. അറിയാം, കേരള കൃഷി വികസനം മണ്ഡല വിദ്യാർത്ഥി ഇതുമായിട്ട് ഒരു സ്ഥിരമായ പ്രോജക്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ പ്രോജക്റ്റുകൾ വെച്ചിട്ട് സബ്സിഡി വരുന്ന പ്രോജക്റ്റ് പച്ചക്കറി കൃഷിയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ 7,50,000 ടോട്ടൽ വെച്ചിട്ടുള്ളത്. അതിലിപ്പോൾ എക്സ്പെൻഡിച്ചർ ഒരു 4,53,000 എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട്. പിന്നെ അതിലൊരു അത് എക്സ്പെൻഡിച്ചറായി ആൾക്കാർ കാശ് കയറിയിട്ടുണ്ടാവും സബ്സിഡി. പിന്നെ ഒരു 7,800 ബില്ല് ട്രഷറിയിൽ വേണ്ടിയിട്ടുണ്ട്. ബാക്കി ഒരു 2,80,000 നമ്മളത് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നെൽകൃഷി. നമുക്കറിയാം, ഇപ്രാവശ്യം ഇവിടെ ടോട്ടൽ എടുത്തപ്പോൾ 15 ലിറ്ററോളമാണ് വന്നത്. അതും ഒരു 4,50,000 എന്ന് ടോട്ടൽ പ്രോജക്റ്റ് വെച്ചിരുന്നു. അതിന് 3,76,800 ആണ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്. അത് കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചറായി അത് ഫണ്ട് കയറിയിട്ടുണ്ട്. ബാക്കി സർവേയാണ് പോകുന്നത്. പിന്നെ വാഴ കൃഷിക്ക് ഒരു 4 ലക്ഷം വെച്ചിരുന്നു. അതിലിപ്പോൾ വാഴ കൃഷി ആൾക്കാരിപ്പോൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോജക്റ്റ്. അതിൽ വളരെ കുറച്ച് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ, 31,000. പക്ഷേ അവർ ഇൻഷുർ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സബ്സിഡിയുടെ കേസ്. അപ്പോൾ അത് കാരണം അതിലൊരു ഡിലേ വരുന്നുണ്ട്. പിന്നെ വരുന്നത് കിഴങ്ങുകളുടെ കൃഷിയാണ്. 2,40,000 പ്രോജക്റ്റ് വെച്ചിരുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചിലവായിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഉപഭോക്തൃ പിടിക്കുന്ന അങ്ങനത്തെ പ്രോജക്റ്റുകളാണ്. അതിലിപ്പോൾ തേനീച്ച വളർത്തുന്ന ഒരു പ്രോജക്റ്റ് 3 പെട്ടി നമുക്ക് കഴിച്ചിട്ടുണ്ട്. അതിലാകെ 18 കോളനിയാണ് പോയത്. ബാക്കി ഇതിന് നമ്മുടെ ഗ്രാമസഭ ഏറ്റെടുക്കാനായിട്ട് April, March, April ടൈമിൽ ഒരു ഗ്രാമസഭ കൂടിയായിരുന്നു. അതിനുശേഷം ഒത്തിരി 18 പെട്ടി മാറ്റിയത്. പിന്നെ ബെനിഫിഷ്യൻസിനെ കിട്ടാനൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യവും നമുക്കറിയാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും അത് കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ST പ്രോജക്റ്റായിട്ടാണ് വെച്ചത്. ഇപ്രാവശ്യം നമുക്ക് ജനറലാണ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് 18 കിട്ടിയാൽ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ സൗരവേലി നമുക്ക് എല്ലാ ഏജൻസിയിലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് വന്യജീവി ശരീരത്തിനെ കുറിച്ച്. ഇപ്പോൾ സൗരവേലി പ്രോജക്റ്റ് വെച്ചിരുന്നു. 2,000 മീറ്ററിനാണ് വെച്ചിരുന്നത്. അതിപ്പോൾ എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല. പക്ഷേ 1,000 മീറ്റർ കഷ്ടി കുറച്ച് പേരായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, എന്നാലും ബാക്കി 1,000 മീറ്റർ നമ്മൾ സറണ്ടറിൻ്റെ ഒരവസ്ഥ തന്നെയാണ്. ഇല്ല, സബ്സിഡിയാണ് 50. അതായത് മീറ്ററിന് 210 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക. അതിന് പകുതി 105 രൂപ പ്ലാൻ ഫണ്ടിങ് വരും. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുതുതായിട്ട് വെച്ചൊരു പദ്ധതിയായിരുന്നു കൂൺ കൃഷിയുടെ. അതും നമ്മൾ 1000 ബെഡിൻ്റെ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. 10 യൂണിറ്റ്, ഒരു യൂണിറ്റിന് മിനിമം 100 ബെഡ് എന്നുള്ള രീതി. അത് 2 യൂണിറ്റാണ് പോയിട്ടുള്ളത്. ഒരാൾ മാത്രമാണ് ചെയ്ത് കണ്ടത്. നമുക്കത് വാലിഡേറ്റർ കൊടുക്കാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ 2 യൂണിറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ കിറ്റുകളാണ്. ഫലവൃക്ഷത്തൈ വിതരണ പദ്ധതി. കിറ്റായിട്ട് 5 ഫലവൃക്ഷങ്ങൾ ഒരുമിച്ചുള്ള കിറ്റ് കൊടുക്കുന്ന പദ്ധതിയായിരുന്നു. അത് 500 രൂപയുടെ കിറ്റ് 125 രൂപ ഉപഭോക്തൃ. ബാക്കി പ്ലാൻ ഫണ്ട് എടുക്കുന്ന രീതിയിലായിരുന്നു ആ പ്രോജക്റ്റ് വെച്ചിരുന്നത്. അത് 1,200 കിറ്റ് വെച്ചിരുന്നു. പോയത് 105 കിറ്റാണ്. ആ പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രസിഡന്റാണ് ചെയ്തിരുന്നത്. പിന്നെ ഉള്ളത് പോഷകത്തോട്ട കിറ്റാണ്. അതായത് പച്ചക്കറി കിറ്റ്, വളം, അങ്ങനത്തെ ഇത്. അതിന് 300 കിറ്റ് വെച്ചിരുന്നു. അത് ഏകദേശം ഇപ്പോൾ ഒരു 85 കിറ്റോളം ആണ് വന്നിട്ടുള്ളത്. അത് ഇറങ്ങിയിട്ടില്ല സാധനം. കാരണം ഈ ഉപഭോക്തൃ ഇത് അടയ്ക്കാനുള്ളൊരു ഇത് കാണുന്നുണ്ട്. നമുക്ക് ഇത്രയും കുറവായത് കാരണം എന്തെങ്കിലും നോക്കുന്നുണ്ട്. പച്ചക്കറി വീട്ടുവളപ്പിലെ കൃഷിക്ക് തൈയും വിത്തും ജൈവവളം 120 രൂപ. അതും 660 രൂപയുടെ കിറ്റാണ് നമ്മൾ 120 രൂപയ്ക്ക് കൊടുക്കുന്നത്. ക്ലോസ് ചെയ്തത് പിന്നെ അടുത്ത് വരുന്നത് കേരള കൃഷി വികസന പദ്ധതി. ഇപ്പോൾ നിങ്ങൾ കണ്ടാണ് നമ്മളൊരു കുമ്മായവും ജൈവവളവുമായിട്ട് എങ്ങനെ വെച്ച്
അതെ, ഒരു തെങ്ങിന് 20.55 രൂപ. അതിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു. അതായത് 2-3 മാസം നമ്മുടെ ഗ്രൂപ്പിൽ ഒക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ച് കൂട്ടി വെച്ച് കൊടുത്താൽ ഈ 5 കിലോ എന്നുള്ളത് 10 കിലോ കുറച്ച് പണ്ട് കുറച്ചെങ്കിലും പണ്ടൊരു തട്ടീനം എന്തായാലും തെങ്ങിന് പോകാം. അല്ല ഗുണഭോക്തൃ കുറച്ച് പ്രാവശ്യം 22 അതല്ല ക്വാണ്ടിറ്റി ഞങ്ങൾ 5 കിലോ എന്നുള്ളത് ഒരു 10-15 കിലോ വെച്ച് കൊടുത്താൽ പണ്ട് ചെറുതാക്കാൻ ഒരു 10 കിലോ തെങ്ങിന് ഇടാൻ അതെ 2 വർഷം ഞാനിത് വാങ്ങിച്ചപ്പോ 29 രൂപയാണ്. അപ്പോ പിന്നെ ഞാനിത് കൂടുതൽ തെങ്ങിന് തരുമെന്ന് ചോദിച്ചപ്പോ അന്നില്ല 100 തെങ്ങിന് ഒരാൾക്ക് അങ്ങനെ ആവുമ്പോഴാണ് ആളുണ്ടായിരുന്നു. 100 തെങ്ങ് കൂടുതൽ തരില്ല. ഇപ്രാവശ്യം 500 തെങ്ങിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അലൗഡാണ്, നമുക്ക് അതിൽ തെങ്ങുണ്ട്. അപ്പൊ അത്രയും ആളില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത് കിട്ടിയത്. മാത്രമല്ല ഞങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 2 മാസത്തോളം ഒരുപാട് സമയമായി ആവുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ പ്രോജക്റ്റ് വായിച്ച് ഒന്നും 50% തന്നെയില്ല. ഒക്കെ ബാങ്കിനാണ്. ഇതിനും ആളുകൾ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് വാർഡിന്റെ ഗ്രൂപ്പിലൊന്നും ഇടൂല. ഒക്ടോബർ വർക്ക് ചെയ്ത അപ്പം ഹൈവേയാണ്. എനിക്ക് വീട്ടിൽ പോകാനും കൊടുക്കാം. അത് എൻ്റെ അവിടെ തത്തമ്മയാണ് നമ്മൾ വേറെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് 5 കിലോമീറ്റർ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം ഇങ്ങോട്ട് വരുന്നതിനോട് പഴയ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ ബാങ്ക് പ്രശ്നം കഴിയണം. അത് വന്നപ്പോൾ സത്യം പറയാം ഞങ്ങൾ മോശമല്ല, ഏറ്റവും നല്ല ജനം അല്ലേ കട വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. ഏറ്റവും നല്ല ജനമാണ് താഴെയുള്ള കൃഷി. കണ്ടത് പറഞ്ഞാൽ പക്ക ശുദ്ധമായ അവരിപ്പം കൃഷിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനാകുന്നുണ്ട്. അതുകൊണ്ട് പല ദിവസവും എനിക്ക് മനസ്സിലാക്കുമ്പോൾ ഞാൻ വ്യക്തമായ കാര്യം എനിക്ക് അറിഞ്ഞാലും അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ച് നമ്മൾ ഞങ്ങൾ ആരെയും ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഞങ്ങൾ നിൽക്കുന്നതിന് ഇല്ലെങ്കിൽ ഈ കൃഷിയൊന്നുമില്ല, ഭൂമിയൊന്നും ഇല്ല. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ കർഷകരോടൊപ്പമാണ്. എനിക്ക് നാട്ടിൽ കൃഷിയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരു പശുവൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചെറുപ്പത്തിൽ അപ്പോൾ കർഷകനാണ് കൃഷിക്കാണുമ്പോൾ ഇവർക്ക് പശുക്കളുമ്പോൾ എനിക്ക് ആ പഴയ ചാണകത്തിൻ്റെ മണം അങ്ങനെ ഓർമ്മയില്ല. പിന്നെ 90 വയസ്സാക്കുമ്പോൾ അതൊക്കെ എല്ലാം വിറ്റുപോയി. പിന്നെ അതൊക്കെ ആണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം. അപ്പോൾ ഇവിടെ ഓരോ കർഷകരെ വരുമ്പോഴും എന്താ പറയുക ഒരു മനസ്സ് ശുദ്ധിയായി അടയ്ക്കാൻ ഉള്ള ഓപ്പനം വരെ അല്ല എന്താണ് കള്ളത്തറില്ല ഉള്ള ഓപ്പനെ വരും. ദേഷ്യപ്പെടാണെങ്കിൽ മോത്തോളി പറയാറുണ്ട്. അപ്പം ഞാനത് കാരണം നമുക്ക് ബുദ്ധിമുട്ടല്ല. കാരണം ഓരോരുത്തരെ എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. 5 പേരുണ്ടെങ്കിൽ 5 സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ മനസ്സാണെന്ന് തന്നെ ഇവർ സ്വഭാവത്തെ മതി പിടിച്ചിരുത്ത് ഇതൊക്കെ വന്നിരുന്നില്ല. പയ്യാൻ്റെ അല്ല എനിക്കിപ്പോൾ ഓർമ്മയില്ല ഒരു പ്രശ്നത്തിൽ നിന്നായിരുന്നു പറയാം. സോപ്പയ്ക്ക് വേണ്ടി പറഞ്ഞു അന്ന് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചതൊക്കെ ഓർമ്മ. കാരണം നമ്മൾ പല വിഷമത്തിലേക്ക് നമ്മൾ വരുന്നത് പല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ ഉദ്യോഗസ്ഥനിലേക്ക് നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ആ മനുഷ്യത്വം നിർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ABC മെമ്പേഴ്സായിക്കൂടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അവിടെ പല തമ്മിൽ പ്രത്യേകം പരിചയപ്പെടുന്നതും നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ലൊരു ടീമായിട്ട് പോകാൻ കഴിയും. ഇവിടുത്തെ ചുറ്റുമുള്ള ജനങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ട് പ്രത്യേകം ഓർമ്മ പ്രത്യേകിച്ച് എന്ത് പറഞ്ഞു സാറ് നോക്കമാർക്കൊരു പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നാളെ ചൂടില്ല വീട്ടിൽ അച്ഛൻ മാത്രമേ ഞങ്ങൾ ഇതിലേക്ക് സീരിയസ് ആയിട്ട് പ്രത്യേക മണം എന്നാൽ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ വന്നത്. ഈ അമ്പത്തിൻ്റെ കറി നടന്നാണ് ഇത് പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും സഹകരിച്ച എല്ലാവരും അന്ന് മാത്രമേ പറയാനുള്ളൂ. കൊടുക്കാൻ പ്രശ്നമില്ല. ബസ്സിക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റം വരുന്ന പദ്ധതി ഇപ്പോൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ബസ്സിക്കാരാണോ
എന്താവും ജനറൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് പ്രശ്നമല്ലേ? അതിന് സമയം ഇന്ന ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കണം. അതെന്നാ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. എന്തെങ്കിലും നിങ്ങളെ 6 ദിവസമായി സ്പെൻഡ് ജീവിതത്തിൽ ആദ്യമാണ്. അപ്പൊ നമ്മള് പിന്നെ ആളുകളുടെ ഡെയിലിങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ഒരു സഹോദരൻ തുല്യം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെ പറയാം. കാരണം ആത്മാർത്ഥപരമായി ഓരോ ഏജൻസി മെമ്പർമാരെ ഡയറക്റ്റ് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ് ഓരോരുത്തരും ഇപ്പോൾ പല നിർദ്ദേശങ്ങളാണ് തരാൻ നമുക്ക് തരലുണ്ട്. ഓരോ ആളുകളെ പോയി സ്പെൻഡ് ചെയ്യണം, അവരെ കൃഷിയൊക്കെ പരിചയപ്പെടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാലും ഇങ്ങനത്തെ ഒരു സഹോദര തുല്യരാണ് ഒരാള് നമ്മളെ ഇന്ന് പിരിഞ്ഞു പോകാനായിട്ട് നമുക്ക് വലിയ ഒരു വിഷമമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട്